കാത്തിരിക്കുന്ന ഭാഗ്യം. കാരുണ്യ ലോട്ടറി. ഭാഗ്യം കാരുണ്യത്തിലൂടെ. കാരുണ്യ ലോട്ടറി എടുക്കൂ. പാവപ്പെട്ട രോഗികൾക്ക് ഒരു കൈത്താങ്ങാകൂ. പൗർണമി തന്റെ നീലിച്ച കമ്പളം പ്രകൃതിയുടെ വരദാനം പോലെ അങ്ങനെ കുടഞ്ഞു വിരിച്ചിട്ടിട്ടുണ്ട്. അകലെ എവിടെയോ ഒരു മുന്നറിയിപ്പിന്റെ സങ്കീർത്തനം പോലെ കൂമൻ തന്റെ പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ടേയിരിക്കുന്നു. നിദ്ര അയാളുടെ മിഴികളെ വിട്ടകന്ന് എവിടെയോ കുടിയിരിക്കുകയായിരുന്നു. സാറേ, ഈ കുടിയിരിക്കുക ഇവിടെ കുടിയിരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശം എന്താണ്? കുടിയിരിക്കുക എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കുടിയിരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഈ സന്ദർഭത്തിൽ കുടിയിരിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അല്ലല്ല, ഞാനേ ഈ കണ്ണടച്ചിരിക്കുമ്പോ നമുക്ക് ആഴത്തിലിറങ്ങി ചെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്നോണ്ടായിരിക്കും മോദി സാർ ചെരിഞ്ഞു പോകുന്നത്. സുലു ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പിന്നെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോ അയാൾ ഓർത്തു പോവുകയാണ് കരുണ പറ്റിപ്പോയ ഈ കാലത്ത് ആരുണ്ട് തന്നെ രക്ഷിക്കാൻ? എന്താലേ ഭയങ്കര വരി. ആരെഴുതിയാണ് ഈ പദ്യോ? ഇത് പദ്യല്ല, ഗദ്യല്ലേ? ഗദ്യാണ്. അത് ആരെ എഴുതിയത് ശരിക്കും? എന്റെ കഥയാണത്. നിങ്ങൾ എഴുതിയാണിത്? സുഖമാണ് കേട്ടെങ്കില്. നിങ്ങൾ ഇവിടെ ഒന്ന് കുത്തിരിക്കണ്ട മനുഷ്യന് കേട്ടോ സത്യസാറേ. ബാക്കി മനുഷ്യരെല്ലാവരും സ്വാർത്ഥതയുടെ ഗുഹാന്തരങ്ങളിൽ അങ്ങനെ നിദ്ര കൊള്ളുന്നവരാണ്. അത് നേരാ, നമ്മള് മനുഷ്യന്മാര്. കാരുണ്യം, കരുണ പറ്റിയിട്ടുള്ള വാക്കുകളാണ്. എഴുതി വെക്കാൻ മാത്രമുള്ള ഒരസ്തിത്വമാണത്. കരുണ പറ്റിയ വാക്കുകളാണെന്ന് സാർ ഉദ്ദേശിച്ചത് ഈ ഓഫീസിനെ ഉദ്ദേശിച്ചാണോ? അപ്പൊ നിങ്ങൾ എന്റെ കഥ കേട്ടോ? ഓ, എങ്ങനെയുണ്ട് എന്റെ കഥ? വാക്കുകളുടെ ആ പ്രയോഗം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സാറ് ഉപയോഗിച്ച പദങ്ങൾ അത്ര അങ്ങോട്ട് നല്ലതല്ലായിരുന്നു സാർ. അല്ല, നിങ്ങൾ ഇതിന് മുമ്പ് ഈ ഓഫീസിൽ വന്നിട്ടുണ്ടോ? ഒരു തവണയല്ല, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത്ര നല്ലതല്ലാത്ത ഏത് പ്രയോഗമാണ് ഞാൻ പ്രയോഗിച്ചത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാറ് പ്രയോഗിച്ചത് അങ്ങോട്ട് മാറി വിളിക്കുമ്പോ വന്നാ മതി, നാശങ്ങള് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. സാറേ, നമുക്ക് കഥ ലഞ്ച് ബ്രേക്കിന് വായിക്കാം. ഇപ്പോ മനസ്സത്ര ശരി. മണ്ടോദരി എന്നല്ലേ പേര്? അതെ. നിങ്ങളുടെ അച്ഛന്റെ വയറ്റിൽ എന്തോ മുഴയോ അങ്ങനെ എന്തോ ഒരു കേസല്ലേ? അപ്പൊ മേഡത്തിന് ഓർമ്മയുണ്ടല്ലേ, എന്റെ അച്ഛൻ സുമേഷ്, അച്ഛന്റെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അതൊന്ന് ഓപ്പറേഷൻ ചെയ്യണം. അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ പൈസക്ക് അപേക്ഷിച്ചത്. ആ കേസ് ഇവരുടെയാണ്. അതിനെന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഉണ്ട്. അതെ, നിങ്ങളെ അച്ഛന്റെ പേരെന്താ പറഞ്ഞേ? സുമേഷ്. ഈ സുമേഷേ മഴു വീങ്ങിയതാണോ അതോ മൊയ ഉണ്ടായതാണോ? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്ന അപേക്ഷയിലേ വയറ്റിന്റെ അകത്തൊരു മഴു എന്നാണ് എഴുതിയത്. അത് വല്ല അക്ഷരത്തെറ്റും വന്നായിരിക്കും സാർ. അതെന്നാ പറഞ്ഞേ? നിങ്ങൾ ഈ ഓഫീസിലൊക്കെ അപേക്ഷയൊക്കെ തരുമ്പോ അക്ഷരത്തെറ്റൊന്നും വരാൻ പാടില്ല. അക്ഷരത്തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോയില്ലേ? ഇതിപ്പോ മഴ വിഴുങ്ങിയ ആള് മരിച്ചു പോവില്ലേ? പിന്നെ ഓപ്പറേഷൻ തിരുത്തിയാ പോരെ? അതെങ്ങനെ ശരിയാവാനാ? ഞങ്ങള് കേസ് രജിസ്റ്റർ ചെയ്ത് പോയില്ലേ, ഇനി തിരുത്താനൊന്നും പറ്റില്ല. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ? വരണ്ട്. അല്ല, നിങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ റേഷൻ കാർഡിന്റെ ഫോട്ടോ സെറ്റ് വെച്ചില്ലോ? ഈ റേഷൻ കാർഡ് ഏടുള്ളതാ? വീട്ടിലാന്ന് മനസ്സിലാകാ. വീട് എവിടെയാന്നാ ചോദിക്കണേ? എറണാകുളം. നിങ്ങളിപ്പോ താമസിക്കുന്ന എവിടെയാ? താമസിക്കുന്നത് തൃശ്ശൂരാണ്, നാടാണ് ഇവിടെ എറണാകുളം. അതെ, റേഷൻ കാർഡ് എറണാകുളത്തല്ലേ? അതെ. പോയില്ലേ? എറണാകുളത്ത് റേഷൻ കാർഡുള്ള ആള് ഇവിടെ തന്നെ സഹായത്തിന് വന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എറണാകുളത്തുള്ളവര് എറണാകുളത്തെ കാരുണ്യം പോയിട്ട് കൊടുക്കാം കേട്ടോ. സാറേ, എനിക്ക് ജോലി ഇവിടെയാണ്, അതുകൊണ്ടാണ് നമ്മൾ. അതുകൊണ്ട് കാര്യമില്ലെന്ന് സാർ. ഇതിപ്പോ ഈ റേഷൻ കാർഡ് ഇങ്ങോട്ട് മാറ്റിയാ പറ്റുമോ? റേഷൻ കാർഡ് മാറ്റിലൊന്നും നടക്കില്ല. അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്ന് നാളെ നടക്കണ പണിയല്ലത്. ഒരു എളുപ്പ വഴിയിൽ എന്താണെന്നറിയോ? നിങ്ങൾ ഈ അപേക്ഷ എറണാകുളത്തെ കാരുണ്യന്റെ ഓഫീസ് കൊണ്ട് കൊടുക്കുക. നമ്മൾ വേണമെങ്കിൽ ഒരു കവറിൽ ലെറ്റർ തരാം. അതൊന്നും പറ്റില്ല സാറേ. അപ്പോഴും വേറെ പ്രശ്നമുണ്ട്. ഇവർ ലെറ്ററിന്റെ കൂടെ റെക്കമെൻഡേഷൻ ലെറ്റർ അറ്റാച്ച് ചെയ്തിട്ടില്ലേ? അത് നേരാ. അത് ആരുതന്നെ? അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. അതാണ് പ്രശ്നം. അതെന്താണെന്നറിയാമോ? ഇപ്പോ തൃശൂർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്
ആണല്ലോ ഇപ്പൊ ഈ റെക്കമെൻഡേഷൻ ലെറ്റർ തന്നത്. അത് അദ്ദേഹം തന്നത് നമ്മുടെ ഇവിടെ തൃശ്ശൂർ കാരുണ്യയിൽ തരാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനം നമ്മൾ എറണാകുളത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരെടുക്കൂ? ഇല്ല, അവരെടുക്കില്ല. അത് തിരിച്ചയക്കും. മാത്രമല്ല നിങ്ങൾക്ക് ആ സംഗതി കിട്ടാതെ വരും. നിങ്ങളപ്പോ ആദ്യം ചെയ്യേണ്ടത് നേരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് ഇത് ഇവിടേക്കല്ല വേണ്ടത്, ഇത് എറണാകുളത്തേക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് തിരുത്തി വായിക്കണം. അതേ നടക്കുള്ളൂ. വേഗം ചെല്ലി. വേഗം പോക്കോ, വേഗം പോക്കോ. ഇപ്പൊ പോയാൽ ലിമിറ്റഡ് കിട്ടും KSRTCന്റെ. ചെല്ലി. ഒന്നും നടക്കൂല. നടക്കുകയാണ് നമ്മൾ നടത്തി തരില്ലേ. അല്ല അല്ല അതെ, പോകാൻ പറ്റേ. ആ റെക്കമെൻഡ് ലെറ്റർ കൊണ്ടോണ്ടേ, അതൊന്നും മേടിക്കാണ്ട് പോവുക. അതെ തന്നെ. ആ കാരുണ്യത്തിന്റെ വായിക്കും മഞ്ഞു ഉറങ്ങിയാണ്ടല്ലോ. ഉറങ്ങരുത്. അപ്പോ നമ്മൾ എവിടെ നിർത്തിയത്? കാരുണ്യത്തിന്റെ എന്തോ കാരുണ്യം കരുണ പറ്റിയ വാക്കുകളാണ്. എഴുതി വെക്കാൻ മാത്രമുള്ള ഒരു അസ്തിത്വമാണത്. പ്രതീക്ഷയുടെ വെറും വാക്കുകൾ. കുമിളകൾ നേരിയാൽ മതിയായി. ഏത് നിമിഷം പൊട്ടിത്തെറിക്ക. അതെ, മെഡിക്കൽ സൂപ്രണ്ട് സുഗതനാണ്. ആ താനോ? എനിക്കതൊന്നും അറിയണ്ട. കേട് വന്ന ചെയറുകളെല്ലാം നാളെ 10 മണിക്ക് മുമ്പ് ശരിയാക്കണം. ഈ തന്നെയൊക്കെ ഞാൻ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഡെയിലി ബേസിന് ആളെ വെക്കും ഞാൻ. എന്ത്? അതേപോലെ കേശവത്തിന് മുമ്പിൽ പാർക്കിംഗ് സൗകര്യം ശരിയാക്കാൻ പറഞ്ഞിട്ട് താൻ ചെയ്തോ? അവിടെ എന്തോരം ജനങ്ങളെ കംപ്ലൈന്റ് പറയുന്നറിയോ? എന്ത്? താനൊരു എക്സ്ക്യൂസും പറയണ്ട, ഒന്നും പറയണ്ട. ചെല്ലണോ? എങ്ങോട്ടാ ചെല്ല്? സാറേ, ഞങ്ങള് തൃശ്ശൂർ എറണാകുളത്തിന്റെ ഇയാളെ എന്താ പറയണമെന്ന് വായ തുറന്ന് പറയടോ. തൃശ്ശൂർ കാരുണ്യം ഇയാളുടെ വായനെന്താ പണം തിരിഞ്ഞു വെച്ചിട്ടാ? അല്ല സാറേ, അതെ പറയണ്ട പറയാ. ഈ സമയം എടുക്കാതെ പോർന്നു. തൃശ്ശൂർ അല്ല, ഞങ്ങള് കാരുണ്യം. ഒന്ന് പോടോ. പിന്നെ വരാം സാർ. നീ പറഞ്ഞത് സാറേ, എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ ഇവിടെ തീരുമാനിച്ചേക്കുവാ. അന്ന് വന്ന് ഓപ്പറേഷൻ ചെയ്തോളൂ. അതിനെന്താ? അതല്ല, ഈ കാരുണ്യയുടെ ധനസഹായം കിട്ടണമെങ്കിലേ എറണാകുളത്ത് വേണം ഓപ്പറേഷൻ. എന്തിനാ എറണാകുളത്ത് ഓപ്പറേഷൻ? ഞങ്ങളുടെ റേഷൻ കാർഡ് അവിടെയാണ്. അതിങ്ങോട്ട് എടുത്തിട്ട് കൊടുത്താ പോരെ? അല്ല, ഞങ്ങള് റേഷൻ കാർഡ് പേരവിടെയാണ്. അപ്പൊ കാരുണ്യെന്ന് പൈസ കിട്ടണമെങ്കിൽ അവിടെയാണ് ഓപ്പറേഷൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ റേഷൻ കാർഡ് മാറ്റിയിട്ടില്ല? പിന്നെന്തിനാണ് നിങ്ങൾ ഇവിടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത്? ഞങ്ങള് തൃശ്ശൂർ താമസിക്കണം. പിന്നെന്തിനാണ് എറണാകുളത്തേക്ക് മാറ്റണത്? സാറേ, ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോ അച്ഛന് വയ്യാതെ വന്നപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഓപ്പറേഷൻ തീരുമാനിച്ച്. പക്ഷെ പൈസ കിട്ടണമെങ്കിൽ ഇനിയിപ്പോ എറണാകുളത്ത് പോണം. ഇവിടെ ഓപ്പറേഷൻ ഒന്നും വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഒപ്പിടിക്കുക, പിന്നെ പെട്ടെന്ന് വന്നിട്ട് എറണാകുളത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒപ്പിടിക്കുക. എന്താ കളിപ്പിക്കുന്ന? ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇല്ലേന്നോ? ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് സമയം എടുത്താൽ പോ. സാർ, അതല്ല, പൈസ പോവാനല്ലേ പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അവിടെ അങ്ങോട്ട് വാ. ആ പേപ്പർ കണ്ടതാ. ഓരോരുത്തരൊന്നും ഓരോ പേപ്പർ മേടിച്ച് ഒപ്പിട്ട് കൊടുക്കുമ്പോ സമാധാനത്തോടെ മതിയെന്ന് കരുതി. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെ ആവും. ഞങ്ങൾ ഇനി ഇത് എറണാകുളത്ത് കൊടുത്താൽ മതിയല്ലോ. എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കണോ? ചെല്ല്. സാറ് വലിയ ഉപകാരം. പറഞ്ഞല്ലോ, നന്ദിയൊന്നും വേണ്ട, പോ. ഗുളിക കഴിച്ചിട്ടില്ല, അതായിരിക്കും. ഗുളിക എവിടെ ഇരിക്കണം? അവിടെ. രാഘവൻ, അമ്മോന ഇതാണോ രാഘവൻ? എന്താ പ്രശ്നം? ആട്ടിന്റെ സാറേ, അതെന്തോ ആട്ടിറച്ചി എന്നിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടാണിത്. ആട്ടിന്റെ ഹൃദയത്തിന്റെ തകരാറുണ്ടോ?
ബൈപ്പാസ് വേണ്ടി ബൈപ്പാസ് വേണം, ബൈപ്പാസ് മെഡിക്കൽ കോളേജ്. അത് ഇതിനകത്തുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ അസുഖം വരുന്നതിന് മുമ്പ് കണ്ടെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ലക്ഷണങ്ങൾ തന്നെ തോന്നിയിരുന്നോ? ലക്ഷണം എന്ന് വെച്ചാൽ അമ്മ ഇടത്തേത്തോളം ഈ ഭാഗത്തായിട്ട് ചെറിയ വേദന തുടങ്ങിയതാണ്. ചെറുതായിരുന്നു, പിന്നെ അതിങ്ങനെ കൂടി വന്നപ്പോഴത്തേക്കാണ് ഡോക്ടറെ പോയി. ഇടത്തെ തോളിന് സാറിപ്പോ കൈവച്ചാണ് ആ ഭാഗത്ത് ഇവിടെ വേദന വരും അതെ അല്ലേ? പിന്നെ ഇതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിയുമ്പോ എന്തെങ്കിലും കഴപ്പോ തരിപ്പോ അങ്ങനെ ക്ഷീണോ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വേറെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും? ചുമയുണ്ടായിരുന്നല്ല, അല്ല കുത്തിയുള്ള ചുമയുണ്ടായിരുന്നു. സാറേ ഏകദേശം ഇതുപോലത്തെ ചുമയാണ് അമ്മാവൻ തുടങ്ങിയത്. ആദ്യം ചുമയുണ്ടായിരുന്നു, പിന്നെ രാത്രിയൊക്കെ ആകുമ്പോ ഉറക്കം ഉണ്ടായിരുന്നില്ല. ഉച്ച ഞാൻ ലീവ് എടുക്കും. അത് അപേക്ഷ ഒന്ന് നോക്ക്, അപ്പൊ അവങ്ങളെ നടത്തണ്ടായിട്ട്. ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സാറ് കൃത്യമായിട്ടൊരു പരിശോധന നടത്തണ നല്ലതാണത്. ഞാൻ പേപ്പറൊക്കെ ഒന്ന് ആ പരിശോധിക്കട്ടെ. പേപ്പർ പരിശോധിക്കാം. അതെ, എങ്ങനെയാ വന്നത്? ബസ്സിനാ? ഓട്ടോറിക്ഷക്ക് കൊണ്ടുപോയിക്കൊന്ന് ബസ്സിൽ കയറ്റിട്ടാണ്. സർക്കാർ ആശുപത്രിയായത്, ഒന്നും ഉണ്ടായിരിക്കും സാറേ. ഒന്ന് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പോയി പരിശോധിക്കും. ദിവസവും വന്ന് ഇങ്ങനെ ഇരുന്ന് കാണിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. നമ്മുടെ ചന്ദ്രൻ സാറിന് എന്താ പറ്റിയത്? നമ്മുടെ സാറിന് മുമ്പ് ഈ സീറ്റിലിരുന്നില്ലേ ചന്ദ്രൻ സാറ്, പുള്ളി വെറുതെ ഇങ്ങനെ ഉള്ളം കൈ ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ് അങ്ങോട്ട് മരിച്ച്. അറ്റാക്കായിരുന്നു. കുഴപ്പമുണ്ടാ? സാറ് കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചേ. ഇങ്ങനെ ബലത്തിൽ കാണിക്കേ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ മുഖമൊക്കെ അങ്ങോട്ട് കാണിക്കും. ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണം. വെറുതെ ഇരിക്കണ നേരത്തൊക്കെ ഇങ്ങനെ കാണിക്കണം. അപ്പൊ പ്രഷർ വരും, ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കും. മനസ്സിലായി? ഇങ്ങനെ നല്ല ബലത്തില് ഒന്നും മൈൻഡ് ചെയ്യണ്ടട്ടെ എന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നു. സുഖമില്ലേ? ആ ഞങ്ങൾ ഈ കാരുണ്യയുടെ സഹായത്തിനുള്ള ഒരു അപേക്ഷ. ശരി. ആർക്കാ അസുഖം? അച്ഛനാണ്, ഇവളുടെ അച്ഛനാണ്. ശരി. എന്താ അസുഖം? വയറ്റില് മുഴയിട്ടെ. അതെ, അച്ഛന് എന്താ പറ്റുന്ന പറഞ്ഞ വയറ്റില് മുഴയുടെ ഒരു ഇതിന് വേണ്ടി. അതെ, ഇവിടെ ഇരിക്കും. അതെ, അച്ഛന് ഈ വയറ്റില് മുഴയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചേ? അത് സ്കാൻ ചെയ്തപ്പോ അറിഞ്ഞു. നേരത്തെ എന്തെങ്കിലും അതിന്റെ ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ലക്ഷണങ്ങൾ എന്തെങ്കിലും? അത് അച്ഛനിങ്ങനെ എന്ത് കഴിച്ചാലും ഇങ്ങനെ തകിട്ടി വരും. ഗ്യാസ് ട്രബിൾ ഉള്ള പോലെ, ഏമ്പക്കം. ഇതുപോലെ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലോ? പിന്നെ ഇപ്പം ഈ എരിവെള്ളം എന്തെങ്കിലും കഴിച്ചാൽ അപ്പൊ തന്നെ ഛർദിക്കും, വൊമിറ്റ് ചെയ്യും. സാറിന് വേറെ പണിയൊന്നുമില്ല. ഈ വരണവരുടെ പോണവരുടെ അസുഖം ചോദിക്കാൻ. അവര് ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. സാർ ആ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാ പോരെ? അതല്ല, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ നമ്മുടെ ഒരു മനസ്സമാനത്തിന്. ചുറ്റും അസുഖമല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അസുഖത്തെ കുറിച്ച് ബോധവാനാവണം. അതാ. ഇത് ഞങ്ങൾക്ക് എന്ന് കിട്ടും? ഇത് ഞാൻ നോക്കട്ടെ. ഇതിപ്പോ അച്ഛനെ നിങ്ങള് ട്രീറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് തൃശ്ശൂരാണല്ലേ? തൃശ്ശൂരാണ്. ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താണ് സാറേ? നിങ്ങളുടെ റേഷൻ കാർഡ് എറണാകുളം ജില്ലയാണ്. അല്ല, ഞങ്ങളുടെ നാട് എറണാകുളത്താണ്. ഞങ്ങളിപ്പോ അവിടെ വാടകയ്ക്ക് താമസിക്കണാണ്, തൃശ്ശൂർ. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവിടുന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ഞങ്ങൾ ഇതോടെ കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞ അവിടെ നിങ്ങളുടെ റേഷൻ കാർഡുള്ള സ്ഥലത്ത് കാണിക്കണോന്ന് പറഞ്ഞു. അവർക്കറിയാലോ അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാണത്. അവർക്കറിയാലോ തൃശ്ശൂരിന്നേ കിട്ടുള്ളൂ എന്ന്.
റേഷൻ കാർഡ് ഇവിടെ അത് തൃശ്ശൂർ കൊടുക്കണം. അതെ, ഒരു കാര്യം ചെയ്താൽ മതി ചേട്ടാ. ഇപ്പൊ ഈ എറണാകുളത്തുള്ള റേഷൻ കാർഡ് ഇല്ലേ, അത് തൃശ്ശൂരേക്ക് മാറ്റാൻ വേണ്ടിട്ട് അവിടുത്തെ സപ്ലൈ ഓഫീസിൽ അപേക്ഷ കൊടുക്കണം. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടും. അതാ നല്ലത് കേട്ടോ സാർ. ഇനി അതിനൊന്നുള്ളൊരു സമയമില്ലാത്തോണ്ടാണ് സാർ. ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? അതെ ബ്രദറെ, നമുക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സർക്കാരിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുമോ? എന്റെ പൊന്ന് ചേട്ടാ, ഞങ്ങൾക്ക് ചെയ്യണമെന്നും സഹായിക്കണമെന്നുണ്ട്. ഇത് കണ്ട, ഈ ജില്ലയിലെ കളക്ടറുടെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരുടെയും ആപ്ലിക്കേഷനാണ് ഇത്. എല്ലാവരും രോഗികളാണ്. ഇവർക്കൊക്കെ ഈ ജില്ലയിൽ നിന്ന് തന്നെ ആനുകൂല്യം കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ മറ്റു ജില്ലയിലേയും കൂടി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളെ ഇപ്പോ ഇനിയും വൈകിക്കാതെ ഈ കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തൃശ്ശൂർ അപേക്ഷ കൊടുത്ത് റേഷൻ കാർഡ് അങ്ങോട്ട് മാറ്റാൻ നോക്ക്. എല്ലാം നടക്കും, വളരെ പെട്ടെന്ന് നടക്കും കേട്ടോ. അച്ഛൻ വെള്ളം പോലും ഇറക്കണില്ല, അതാണ്. അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും കുട്ടി. നിങ്ങൾ സമയങ്ങളിൽ അച്ഛനെ ഇനിയിട്ട് വേദനിപ്പിക്കണ്ട. നേരെ തൃശ്ശൂരേക്ക് വിട്ടോ, ചെന്നാട്ടെ. അതെ, അച്ഛന് തൊണ്ടവേദന വല്ലതും ഉണ്ടോ? തൊണ്ടവേദന വയറുവേദന മാത്രമേ ഉള്ളൂ. ഇല്ല അല്ലേ? ഓ, അപ്പൊ ഈ തൊണ്ടവേദന ഏത് അസുഖത്തിന്റെ ലക്ഷണമായിരിക്കും? അവര് പോട്ടെ സാറേ, നിങ്ങൾ പോകണം. ഓ, തൊണ്ടവേദന ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ, ഒന്നുമില്ല. തൊണ്ടവേദന ഇല്ലല്ലോ, സമാധാനമായി. പൊക്കോളൂ, തൃശ്ശൂർ പൊക്കോളൂ കേട്ടോ, വൈകില്ലേ. പാവച്ചൻ. ചേട്ടാ, പോണ വഴി നമ്മുടെ ജില്ലയിൽ നിന്ന് 2-3 കാരുണ്യ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയിക്കോ. പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു ഫണ്ടാണിത്, ടിക്കറ്റ് ലോട്ടറി. അപ്പൊ ഈ തൊണ്ടവേദന ഏത് അസുഖത്തിന്റെ ആയിരിക്കും? തൊണ്ട സിസർ വലിക്കണവർക്ക് ക്യാൻസർ ഒക്കെ വരാൻ തൊണ്ടവേദനയാണ് തുടക്കം. ഞാൻ സിഗരറ്റ് വലിക്കില്ലല്ലോ. അത് വലിക്കണമെന്നില്ല. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്ന് നിൽക്കുമ്പോ വലിച്ചു കയറ്റുമല്ലോ വേറെ വരി. അതല്ലേ, അതിന്റെ ശ്വാസം കിട്ടിയാലും മതി. അങ്ങനെ വരുമോ? എന്റെ അളിയും ഭയങ്കര സിഗരറ്റ് വലിയ, അതിന്റെ പുക അടിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ. എനിക്കത് ഇഷ്ടമില്ല. ഇനി അത് വെച്ചിട്ട് എനിക്ക് പ്രശ്നം വരുമോ? ക്യാൻസർ ഇപ്പൊ എല്ലാവർക്കും വരാല്ല. അതിന്റെ കൂടി ഒന്ന് നോക്കിയേക്ക് സാർക്ക്. അതെ, ഞാൻ ഇനി വൈകില്ല. ഇനി ഇരുന്ന ചിലപ്പോൾ ശരിയാവില്ല. ഞാനൊന്ന് ഡോക്ടറെ കാണാം. വെള്ളം പോണ്ട, ഛർദിക്കുന്നേ. അച്ഛ അങ്ങനെ പറഞ്ഞ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാണ്? ഇത്തിരി കുടിച്ച അങ്ങോട്ട്, ഇത്തിരി കുടിക്ക്. ഓപ്പറേഷൻ ഉടനെ നടക്കുമോളെ? ആ, വേഗം നടത്താട്ടെ ഓപ്പറേഷൻ. റേഷൻ കാർഡൊക്കെ ഇങ്ങോട്ട് മാറ്റി കിട്ടി. തൃശ്ശൂർ ഓഫീസിൽ പിന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവരത് ലോട്ടറി ഡയറക്ടറൊക്കെ അയച്ചിട്ടുണ്ടേ. 2 ദിവസം കൊണ്ട് കിട്ടും നമുക്ക് കാശ്. ഇനിയിപ്പൊ അത് കിട്ടിയില്ല അച്ഛൻ പേടിക്കണ്ട. എങ്ങനെയെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഈ ഓപ്പറേഷൻ നടത്തും. അച്ഛൻ പേടിക്കണ്ട കേട്ടാ. നിങ്ങൾ വല്ലതും കഴിച്ചാ? കഴിച്ചോളാം, ഞങ്ങള് കഴിച്ചോളാം. നമ്മുടെ കാര്യത്തിലാണ് ഇപ്പോഴും ശ്രദ്ധ. തടകുമോളെ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കിടന്നോ, ഉറങ്ങിക്കോ. എണീറ്റിട്ട് എന്തെങ്കിലും കഴിക്കണോട്ടെ നീ.